ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു റേഷൻ കാർഡിന്റെ അപേക്ഷ നമ്മൾ കൊടുത്തു. പക്ഷെ ആ ഒരു അപേക്ഷ താലൂക്ക് സപ്ലൈ ഓഫീസർ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിരസിക്കുകയാണ്, അല്ലെങ്കിൽ അപേക്ഷ റിട്ടേൺ തരികയാണ്. അത് റിജക്ട് ചെയ്യുകയല്ല, നമുക്ക് ആ ഒരു തെറ്റ് തിരുത്തിയിട്ട് വീണ്ടും അയക്കാനുള്ള ഒരു അവസരം നമുക്ക് നൽകുകയാണെങ്കിൽ അതെങ്ങനെയാണ് തെറ്റ് തിരുത്തി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കി തിരികെ അയക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ലോഗിൻ ഐ ഡി ഉപയോഗിച്ചിട്ട് നമ്മൾ അവരുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ക്യാപ്ച കൊടുത്ത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ലോഗിൻ ചെയ്യേണ്ട വിധങ്ങളൊക്കെ മുന്നേ പറഞ്ഞതാണ്. നമ്മൾ എന്തായാലും ഓൾറെഡി ഒരു അപേക്ഷ കൊടുക്കാനായിട്ട് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ആ ഒരു ലോഗിൻ ഐ ഡി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുക. അതിനെ ഉപയോഗിച്ചിട്ട് ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും, ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു നെയിം കറക്ഷൻ അപേക്ഷ ഇൻകംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. സോ നമ്മളൊരു തവണ അപേക്ഷ കൊടുത്തതാണ്, അത് റിട്ടേൺ വന്നത് കൊണ്ടാണ് ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഒരു നെയിം കറക്ഷൻ ആണത്. ഇവിടെ നമ്മൾ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇൻകംപ്ലീറ്റിന്റെ കാരണം എന്താണ് ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. TSO റിമാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ മസ്റ്റ് പ്രൊഡ്യൂസ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ്, അതായത് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ എഡിറ്റ് എന്നുള്ള ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ എഡിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അപേക്ഷ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എഡിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ നിലവിൽ നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാനില്ല. നമുക്കൊരു സർട്ടിഫിക്കറ്റ് കുറഞ്ഞു പോയി എന്നുള്ള പ്രശ്നം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പേര് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള ഒരു വ്യക്തിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ഏത് സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തിച്ചിട്ടില്ല. സോ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിച്ചിട്ടില്ല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന ചോദിക്കുന്നുണ്ട്. നമ്മൾ അപേക്ഷ ഒന്നും തിരുത്തിയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട്. യെസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയും യെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അപേക്ഷ ഡ്രാഫ്റ്റിലോട്ട് മാറുന്നതാണ്. ഇവിടെ ഇനി അടുത്ത പ്രിന്റ് എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ അപേക്ഷയുടെ പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്ത് കസ്റ്റമറെ കൊണ്ട് സിഗ്നേച്ചർ വാങ്ങിച്ച് ഇതിലേക്ക് റീ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനായിട്ട് സൈനഡ് ആപ്ലിക്കേഷൻ ഭാഗം സെലക്ട് ചെയ്തു. ശേഷം നമ്മൾ ഇപ്പം ഒപ്പിട്ടിരിക്കുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ഫോം നമ്മൾ ഇതിലേക്ക് റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗസ് ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റീ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ഫയൽ വേണം നമുക്ക് നോക്കാൻ സാധിക്കും. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ വീണ്ടും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമുക്ക് അപേക്ഷ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ നമ്മൾ ഹോമിലോട്ട് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം അപേക്ഷ റിസീവ്ഡ് എന്ന സ്റ്റാറ്റസിലോട്ട് മാറിയതായിട്ട് കാണാൻ കഴിയും. ഈ ഒരു രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്ന അപേക്ഷ തിരികെ അയക്കുന്നത്.